കണ്ടു. വേറൊന്നുമല്ല, ഇന്ന് നമുക്ക് അല്ലെങ്കിൽ ഇന്നലെ ലഭിച്ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതാണ് ആദ്യം തന്നെ ഇട്ടിരിക്കുന്നത്. അതായത് ആവേശം എന്ന സിനിമയുടെ ഡയറക്ടർ ജിത്തു മാധവൻ്റെ വാക്കുകളാണ്. ഈ വർഷം ഒരുപാട് ബ്ലോക്ക് ബസ്റ്ററുകൾ വന്നു. പക്ഷേ നമ്മളുടെ ബ്ലോക്ക് ബസ്റ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. സെക്കൻഡ് ഹാഫിൽ ലാഗുള്ളതാണ്. ഒരു പൊട്ടിച്ചിരിയോടെ അവരങ്ങനെ പോകുന്നു. ഫിലിം ബീറ്റ്സിന് കൊടുത്ത ഒരു വിഷ്വലായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂവിലാണ് നമുക്കത് കാണാൻ കഴിഞ്ഞത്. അതായത് ധ്യാൻ ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായിരുന്നു വിഷു നമ്മൾ തൂക്കും എന്നുള്ളതും. അതേപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് സെക്കൻഡ് ഹാഫിൽ ലാഗുണ്ട് എന്നുള്ളൊരു കാര്യം. സ്വാഭാവികമായിട്ടും വിനീത് ശ്രീനിവാസൻ ഒരു കാര്യം പറയുമ്പോൾ നമ്മളതൊരു തമാശ ലെവലിൽ തന്നെ എടുക്കുകയുള്ളൂ. ഇതും അത്രയൊക്കെ തന്നെ കാണുന്നുള്ളൂ. പക്ഷേ എടുത്ത് പറയേണ്ട ഒരു കാര്യം വേറൊന്നുമല്ല, ഇവിടെ മമ്മൂട്ടിയോ മോഹൻലാലോ ആരെങ്കിലും ഒന്ന് തുമ്മുകയോ ചീറ്റുകയോ ചെയ്യുമ്പോൾ ഒക്കെ അമ്മാതിരി റേഞ്ചിലെടുക്കുന്ന മലയാളിൽ ഇതും വിടുമെന്ന് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. എന്താണെങ്കിലും മമ്മൂട്ടി വളരെ സ്നേഹത്തോടെ നേരത്തെ ഒരു കാര്യങ്ങൾ പറയുകയുണ്ടായിരുന്നു. ഇവൻ്റെ തലയിൽ മുടിയില്ലെന്നേ ഉള്ളൂ, വയറ് നിറച്ച് ബുദ്ധി എന്ന് പറഞ്ഞപ്പോൾ അത് ബോഡി ഷേമിങ് വരെ എത്തിയ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. പക്ഷേ ഇവിടെ വിനീത് ശ്രീനിവാസന് ചുട്ട മറുപടി തന്നെയാണ്, ധ്യാൻ ശ്രീനിവാസന് ചുട്ട മറുപടിയാണ് കൊടുക്കുന്നത് ആവേശം ഡയറക്ടർ ജിത്തു മാധവൻ എന്നുള്ളത്. കാരണം ഈ ഒരു വീഡിയോ അതിൻ്റെ ഒരു തെളിവായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തായാലും ഇതൊരു രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അവർ സിനിമയിൽ നിന്നുകൊണ്ട് രണ്ട് പ്രമുഖ വ്യക്തികളായിട്ട് തന്നെ നിന്നുകൊണ്ട് പറയുന്നു. അവരത് രസകരമായിട്ട് എടുക്കുമ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ എടുക്കുന്നു എന്നുള്ളതാണ്. ചിലർ പറയുന്നു വിനീത് ശ്രീനിവാസൻ പറയുമ്പോൾ അത് തമാശയായിട്ട് എടുത്താൽ മതി. ചിലർ പറയുന്നു അതായത് രണ്ട് പടങ്ങൾ ഒരുമിച്ച് ഓടുമ്പോൾ അതിൽ ഒരു പടത്തിൻ്റെ നടൻ മറ്റേ പടത്തിൽ സെക്കൻഡ് ഹാഫ് ലാഗുണ്ട് എന്ന് പറയുന്നത് തമാശയ്ക്കായാലും മോശം പരിപാടിയാണ് എന്നുള്ളതാണ്. ഒരു വാണിജ്യ മര്യാദയല്ല എന്നുള്ളതാണ് ധ്യാൻ കാണിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇത് തോന്നിയത്? എന്തായാലും ഇതൊക്കെ ഒരു രസകരമായിട്ട് തന്നെ പോകാം. കാരണം രണ്ട് സിനിമകളും കൊള്ളാം. അതിനകത്തിൽ കുറച്ചും കൂടെ നന്നായിട്ട് നിൽക്കുന്നത് നമുക്ക് ആവേശം തന്നെയാണ്. അത് തിയേറ്ററുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊക്കെ രസകരമായിട്ടുള്ള, കാരണം ഇങ്ങനെയുള്ള ചില പൊട്ടിച്ചില്ലുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് എല്ലാവർക്കും ഒന്ന് ഉഷാറാകാൻ കഴിയുന്നത് എന്നുള്ളത്. എന്തായാലും ഈ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷവും മികച്ച രീതിയിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ല ലെവലിൽ ഒരുപാട് പേരെ പിടിച്ചിരുത്തുന്ന സിനിമ തന്നെയായി മാറുന്നു. അതിനിടയിൽ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഫഹദ് കൊലക്കൊമ്പനായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ സിനിമകളിൽ ഏതാണ് വിഷു വിന്നർ എന്ന് പറയാം? വിഷുവിന് ആര് തൂക്കി എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും അവർ തന്നെ പറയുന്നുണ്ട് സെക്കൻഡ് ഹാഫ് ലാഗുള്ള പടം തൂക്കി എന്നുള്ളത്. നിങ്ങളുടെ കമൻസുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.